ഈശോമിശിഹായിലെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 8 തിരുവചനങ്ങൾ മാത്രമുള്ള 12ാമത്തെ സങ്കീർത്തനമാണ്. ഇതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: കാപട്യം നിറഞ്ഞ ലോകം എന്നുള്ളതാണ്. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ എന്നതാണ് ദൈവഭക്തൻ പ്രാർത്ഥിക്കുന്നത്. വാസ്തവത്തിൽ ഇതൊരു വിലാപ ഗാനത്തിൻ്റെ സ്വഭാവ രീതിയിലുള്ള സങ്കീർത്തനമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യനിലുള്ള നന്മയൊക്കെ വാർന്നു പോകുന്നു, അതിനാൽ ദുഷ്ടത ഈ ലോകത്തിൽ കൂടുതൽ പെരുകി വരുന്നു. തൽഫലമായിട്ട് വ്യാജവും കാപട്യവും കൂടി വരുന്നു എന്ന് സങ്കീർത്തകൻ പറയുന്നു. അതിനാൽ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: വാഗ്ദാന പേടകത്തിൽ ഇരിക്കുന്ന ഇസ്രായേലിൻ്റെ യുദ്ധം നടത്തി അവരെ രക്ഷിക്കുന്ന ദൈവമേ, ഭൂമിയിൽ നീതി നടത്തിത്തരണം എന്നത് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്. അക്രമം ഇഷ്ടപ്പെടുന്നവരെ ദൈവം വെറുക്കുന്നു. ദുഷ്ടരുടെ മേൽ അവിടുന്ന് അനുഗ്രഹങ്ങൾ ചൊരിയുകയില്ല എന്നത് സങ്കീർത്തകൻ പറയുന്നു. അതിനാൽ സങ്കീർത്തകൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: വ്യാജം വെടിഞ്ഞ് നന്മ പ്രവർത്തിക്കണം എന്നത് ആഹ്വാനം ചെയ്യുകയാണ്. തിന്മയുടെ സ്വാധീനം പലപ്പോഴും നമ്മെ അടിമപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും ദൈവസാന്നിധ്യത്തെ അനുഭവിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ എല്ലാ തിന്മകളും പരാജയപ്പെടും. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാമെന്ന്: ദൈവമേ, അങ്ങയുടെ വചനങ്ങൾ കേൾക്കുന്നതിനും അവ കാത്തു സൂക്ഷിക്കുന്നതിനും വ്യാജം വെടിയുന്നതിനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. എല്ലാവർക്കും ദൈവ അനുഗ്രഹങ്ങൾ നേരുന്നു. ആമേൻ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.